ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ആ നാളുകളിൽ മറിയം എഴുന്നേറ്റ് യഹൂദ്യ മലനാട്ടിലെ നഗരത്തിലേക്ക് ഉത്സാഹത്തോടെ പോയി. അവൾ സ്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിന് സമാധാനം ചൊല്ലി. മറിയമിൻ്റെ സമാധാനം കേട്ടപ്പോഴുണ്ടായതെന്തെന്നാൽ എലിസബത്തിൻ്റെ ഉദരത്തിൽ പ്രജ സന്തോഷിച്ചു തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. 5 മാസമായിട്ട് ആരും കാണാതെ ഒളിച്ചു പാർക്കുന്ന ഒരു അമ്മ. ആരുടെ മുന്നിലും ചെന്നുപെടാതെ നാണം കൊണ്ടായിരിക്കാം എലിസബത്ത് ആരെയും കാണാതെ ഒളിച്ചു പാർക്കുകയാണ്. തനിക്ക് ഈ വാർദ്ധക്യത്തിൽ ലഭിച്ച സൗഭാഗ്യം അത് പുറത്തു പറയാൻ ഒരു മടി ആ അമ്മയ്ക്കുണ്ട്. ആ അമ്മയാകാൻ പോകുന്ന വൃദ്ധയായ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുത്തേക്കാണ് അമ്മ മറിയം യാത്ര പുറപ്പെടുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തനിക്ക് പ്രത്യക്ഷപ്പെട്ട മാലാഖ തന്നോട് പറഞ്ഞ ഒരു വലിയ അടയാളമാണ്, കണ്ടാലും നിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുകയാണെന്നും പ്രസവിക്കാത്തവൾ എന്ന് എല്ലാവരും വിളിക്കപ്പെട്ടിരുന്ന ആ വൃദ്ധയായ സ്ത്രീ ഇന്ന് 6 മാസം ഗർഭിണിയാണ് എന്നുള്ള വലിയ ഒരു സന്തോഷ വാർത്ത. ആ വലിയ അടയാളം അത് മാലാഖയുടെ വാക്കുകളിൽ നിന്നും കേട്ടപ്പോഴാണ് അമ്മ മറിയം പൂർണ്ണമായും വിശ്വാസത്തിൽ, പൂർണ്ണമായും ധൈര്യത്തിൽ ആ ദൂതനോട് ഏറ്റുപറയുന്നത്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന്. ഇവിടെ ഒളിച്ചു പാർക്കുന്ന തന്നെ കാണുവാൻ ദൂരെയുള്ള നസ്രയത്തിൽ നിന്നും വന്ന ആ ചെറിയ പെൺകുട്ടിയുടെ വന്ദനം അത് തൻ്റെ കാതുകളിൽ കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് നമ്മൾ കാണുന്നു. അതെ, ദൈവത്തെ വഹിക്കുന്ന അമ്മ, ദൈവത്തെ വഹിച്ച അമ്മ, നമുക്ക് ധാരാളമായി പരിശുദ്ധാത്മാവിനെ തരുവാൻ സാധിക്കുന്ന അമ്മ. ദൈവമേ, ആ അമ്മയുടെ സാന്നിധ്യം, ആ അമ്മയുടെ മധ്യസ്ഥത, ആ അമ്മയുടെ നമ്മുടെ ഹൃദയത്തിലുള്ള സന്നിധാനം, നമ്മുടെ ഹൃദയത്തിൽ ആ അമ്മയ്ക്കുള്ള സ്ഥാനം, ദൈവമേ, നമ്മളിൽ ഓരോരുത്തരിലും ധാരാളമായി പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാൻ ആ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മുഖാന്തരമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എലിസബത്തിൻ്റെ ഉദരത്തിൽ കുഞ്ഞ് യോഹന്നാൻ സന്തോഷിച്ച് തുള്ളിയ പോലെ കന്യകമറിയാം അമ്മയുടെ മധ്യസ്ഥതയിൽ ആ അമ്മയുടെ മകൻ നസ്രായനായ യേശു, അവൻ നമുക്ക് ധാരാളമായി തരുന്ന അവൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും കൊടുക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറുവാനും അങ്ങനെ അവനിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും കുഞ്ഞ് പൈതലാം യേശുവിൻ്റെ ജനനത്തിനുള്ള ഈ ഒരുക്ക നാളുകളിൽ ദൈവമേ, ഞങ്ങളുടെ ഹൃദയവും നിന്നിൽ നിറഞ്ഞ് സന്തോഷിക്കുവാനും തുള്ളി ചാടുവാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.